ഞങ്ങൾ വിചാരിച്ച് ബസ് മിസ്സായിരുന്നു, പക്ഷെ കുറെ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിച്ചു. അയ്യോ, ബസ്സിൽ നമ്മൾ ഇറങ്ങി. ചുവന്നൊടുപ്പെട്ട കൊച്ചെന്നെ നോക്കുന്നു. താലം എടുക്കാൻ പോവാട്ടോ. താലമല്ല, താല്. ഇരുപതാകുമ്പോ ഇറങ്ങണം. ഇപ്പൊ സമയം എത്ര കണ്ടോ? അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാൻ. പ്രോട്ടീൻ കഴിക്കുകയാണ് ജിമ്മൻ. നേരെ കല്യാണത്തിനാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രോട്ടീനെ കുറിച്ച് കഴിച്ചില്ലേ ഉണ്ടല്ലോ മസിലോസ് നിങ്ങളെ പെരുത്തിക്കണ്ടേ. ഞങ്ങൾ ഒരുങ്ങി നേരെ അളിയന്റെ വീട്ടിലോട്ട്. അല്ല, നീ എന്ത് ഈ പാൻറ്റിട്ടെ? രണ്ടും ഒരു കളറാ. ഈ ആൾക്കാര് കണ്ടിട്ട് വിചാരിക്കുന്ന ഞങ്ങൾ വിചാരിച്ച് ബസ് മിസ്സായിരുന്നു, പക്ഷെ കുറെ ഓടിച്ചിട്ട് ഞങ്ങൾ പിടിച്ചു. വണ്ടി താക്കോലൊന്നും ആരും എടുത്തോണ്ട് വരുന്ന വിചാരിക്കുന്നത്. അയ്യോ, ബസ്സിൽ നമ്മൾ ഇറങ്ങി. ബസ്സിനകത്ത് കയറിയിരുന്നതും ബാറി കയറിയിരുന്നതും ഒരേ ഫീലായിരുന്നു. ഇത് ശില്പ ഓഡിറ്റോറിയം ആണ്. നമ്മുടെ ഓഡിറ്റോറിയം അച്ഛനാണ് നടന്നിരിക്കട്ടെ. ഒറ്റ ജ്യൂസ് പോലും അവിടെ പെൻഡിങ് വെക്കൂല, എല്ലാം അപ്പം എടുക്കും. തീരുന്നവരും ഇതായിരിക്കും അവസ്ഥ. ഞങ്ങൾ ഭയങ്കര ഫുഡീസാണ്. ചെറുക്കൻ്റെ അമ്മേനെ ഞാൻ കാണിച്ചു തരാം. അമ്മയെ നോക്കിയേ. നോക്കി എല്ലാരും ഉണ്ട്. സത്യം പറ, എത്രാമത്തെ? ജ്യൂസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ചായയും കറി. ഞാൻ ചേച്ചി ഇന്നത് മധുരമുള്ളതാ. അതാണ് നമ്മളെ കല്യാണ ചെറുക്കൻ. അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വ്ലോഗാണോ? എവനെ കണ്ട ചുവന്നൊടുപ്പെട്ട കൊച്ചെന്നെ നോക്കുന്നു. ഞങ്ങൾ അടുത്ത കല്യാണം വേണ്ടിയാണ്. ആദ്യമായിട്ടൊരു കല്യാണം കാണോ? ചെറുക്കന്റെ ചേട്ടനായി. കല്യാണ ചെറുക്കനെ ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരന് ടെൻഷൻ ഇല്ലെന്ന്. ഞാന് ഈ ഷർട്ട് ഇട്ടത് കല്യാണമായിട്ട് ആരും ബ്ലാക്ക് ഷർട്ട് ഇടത്തില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാ. അങ്ങനെ സമാധാനിച്ച് ആരും ബ്ലാക്ക് ഷർട്ട് ഇട്ട് കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് അങ്ങോട്ടൊക്കെ. ഇതെന്താണ് യൂണിഫോമാ? ബ്ലാക്ക് ഷർട്ട് ഇട്ട് വീട് വരുന്നത്. ചോദിച്ചിട്ടാണ് ബ്ലാക്ക് ഷർട്ട് ഇട്ടേ. ബ്ലാക്ക് ഷർട്ട് ആരോട് ചോദിച്ചിട്ടത്? ആ ബ്ലാക്ക് ഷർട്ടിന്റെ കാര്യമോ പോട്ട്. ഞാനാണെങ്കിൽ ഇന്ന് എടുത്തോണ്ട് രണ്ടൊരു മുണ്ട് മേടിച്ചിട്ട് അത് കഴുകിയിട്ട് ഉണക്കിയിട്ടേ ഉടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പാൻ്റ് എടുത്തിട്ടപ്പോ
प्रसुत भरित मंजुळतर शृंगारे संचारे अधर रुचित मधुरित बग सुधन घनक प्रशम निरत बांधव्ये मांगल्ये मम धम सति समदस सख मुख मन सुख सुमन लयित सुसुत सहि വരണ്ടടാ ആര് റൊമാൻറ്റിക് വരണ്ടടാ താലം എടുക്കാൻ പോവാട്ടോ താലം बग सुधन घनक प्रशम निरत बांधव्ये അപ്പൊ ഞങ്ങളിനി കഴിക്കാൻ വേണ്ടി പോവാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 18 വട്ടം കറിയുണ്ട് കേട്ടോ. 2 പപ്പടം, ഒന്ന് പരിപ്പിനും 1 പായസത്തിനായിരിക്കും. 2 വണ്ടി എടുക്കുക. എത്ര വണ്ടി എടുക്കും? സദ്യയെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് സദ്യയെ കുറിച്ച് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. ബോളിയും പാൽപ്പായസം അന്തസ് പപ്പടോട് ഇടുക, മിക്സ് ചെയ്യുക. കടല ആശിച്ചിട്ട് കടല കടലപ്പായസം വന്നാണ്ടേ പച്ചമരും വന്ന് എല്ലാം ഇഷ്ടപ്പല്ല. നമ്മൾ സദ്യ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടേ. ഇവിടുന്ന് അവിടെ ഇങ്ങോട്ട് വന്നു. നമുക്ക് സദ്യ ഇഷ്ടപ്പെട്ടു. സോ ഇങ്ങനെ വളരും. നല്ല ടേസ്റ്റ്. ആരോടിച്ചെന്റെ ബാക്കിയാണ്. ഫുള്ള് തീർക്കലാണോ? ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. ഒരു വീഡിയോ 20 ഇറങ്ങണം. ഇപ്പൊ സമയം എത്രയാണെന്നുണ്ടോ കണ്ടോ? ഞങ്ങൾ തിരിച്ചു പോവാണ്. നിന്റെ വിഷമം പറ. വിഷമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞങ്ങളെപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവർക്ക് പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ നിർത്തി. പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ചെറിയൊരു വിഷമമുണ്ട്. മുഹൂർത്തം ഇല ഇട്ടിട്ട് ചോറ് വിളമ്പാത്തൊരു വിഷമമുണ്ട്. സദ്യയെ കുറിച്ച് സദ്യ 18 കൂട്ടം കൊടികറിയും വെച്ച് 2 പപ്പടം വെച്ച് അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു. 3 പായസം, പാൽപ്പായസത്തിന് ബ്രഹ്മസലിയുടെ കൂടെ ബോളി ഉണ്ടായിരുന്നു. ബോളി പിന്നെ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഞങ്ങളെ ഫസ്റ്റ് ബ്ലോഗാണ്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ കാണും. അപ്പൊ ക്ഷമിക്കുക. ഞങ്ങൾ അടുത്തത് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാണും. ഇനി ജിമ്മന്റെ ഉണ്ട്, അതും വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അളിയനെയും പെണ്ണിനെയും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ലോറി. ലൈവ് ആണോടാ? ചെറുക്കിന്റെ പെണ്ണും വന്ന് ഇറങ്ങിക്കോ അതെ ആണോ? ഐസ്ക്രീം കിട്ടി.
അത് ഞാൻ കഴിക്കാം. ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിക്കുന്നേന്ന്? ഇന്നലെ തുടങ്ങിയ ചാട്ടോ. അവിടെ എല്ലാവരും വന്ന് എല്ലാവരും വീട്ടിൽ പോവാ. ഇനി വീട്ടിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ട് അതിന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ